KSRTCയുടെ ട്രാവൽ കാർഡുകൾ വൻ വിജയമാണെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. 1,00,000 കാർഡുകൾ പുറത്തിറക്കിയെന്നും അതിൽ 80,000 കാർഡുകൾ വിറ്റുപോയെന്നും കെ.ബി. ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ബസ് ഷെഡ്യൂൾഡ് സോഫ്റ്റ്വെയർ വരുന്നുണ്ടെന്നും ഈ സുതാര്യ സോഫ്റ്റ്വെയർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ബസ് സർവീസുകൾ ക്രമീകരിക്കുന്നതിനായാണ് പുതിയ സോഫ്റ്റ്വെയർ. KSRTCയിൽ ഇനി ഓഫീസിലിരുന്നുള്ള ജോലി ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് മാത്രമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. പരമാവധി ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും റൂട്ടിലിറക്കുമെന്നും ജീവനക്കാർക്കെതിരെയുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതോടൊപ്പം KSRTC ചലോ ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ആപ്പ് പുറത്തുവരും. മുഖ്യമന്ത്രിയുടെ സമയം തേടിയിട്ടുണ്ട്. 6 ഭാഷയിൽ ആപ്പ് ഉപയോഗിക്കാം. ആപ്പിന്റെ രൂപകൽപ്പന കാഴ്ചപരിമിതിയുള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയും വിധമാണ്. ചലോ ആപ്പിലൂടെ ബസ്സുകളിലെ സീറ്റ് ലഭ്യത പരിശോധിക്കാനും ട്രാക്ക് ചെയ്യാനും കഴിയും. സ്റ്റുഡന്റ് കൺസെഷൻ കാർഡ് സംബന്ധിച്ചും തീരുമാനമായി. പേപ്പർ കാർഡിന് പകരം പുതിയ കാർഡ് ഇറക്കാനാണ് തീരുമാനം. കാർഡിന് സർവീസ് ചാർജായ 109 രൂപയും നൽകേണ്ടതില്ല. കാർഡ് ഉപയോഗിച്ച് 1 മാസം 25 ദിവസം യാത്ര ചെയ്യാനാകും. പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട്. 1,00,000 അടിച്ചത് ട്രാവൽ കാർഡ്, ഈ കറുത്ത കാർഡ്. അതിൽ 82,000 കാർഡ് വിറ്റ് കഴിഞ്ഞു. 4,00,000 കാർഡ് കൂടെ അടിക്കാൻ പോകും അല്ലേ? 4,00,000 കാർഡ് കൂടെ അടിക്കാൻ പോകും. ഇതിൽ ചിപ്പൊക്കെ ഉണ്ട്. ഈ കുട്ടികളുടെതിനകത്തും ചിപ്പൊക്കെ ഉണ്ടാവും. അത് റീഡ് ചെയ്യും. ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ. ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകാർ അവർക്കും കാർഡ് കൊടുക്കും. ജേർണലിസ്റ്റുകൾക്ക് അടക്കമുള്ള പാസുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി മാറ്റാം. ജേർണലിസ്റ്റ് കാർഡ്, അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി മാറ്റാം. ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കുക. സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് എത്ര യാത്ര ചെയ്യുമെന്നൊക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും. അതിൻ്റെ ഒരു KSRTCക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. KSRTCയുടെ സ്പെയർ പാർട്സ് പർച്ചേസിങ്, സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നമ്മളുണ്ടാക്കിയ ഈ സോഫ്റ്റ്വെയർ ചോദിക്കുക. നമ്മളുണ്ടാക്കിയതാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചൊരു സോഫ്റ്റ്വെയറാണ് ഈ സുതാര്യ എന്നാണ് ആ സോഫ്റ്റ്വെയറിന് പേരിട്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സാധനം ഇന്ന് ഇന്ത്യയിലെ എല്ലാ കോർപ്പറേഷനും ഇത് വാങ്ങാൻ തയ്യാറായിരിക്കുക. ഈ സോഫ്റ്റ്വെയറിൽ ഒരു പാർട്സ് വന്ന് ഡിപ്പോയിൽ ഇറങ്ങുന്നിടം മുതൽ സെൻട്രൽ വർക്സിലെ സ്റ്റോറിൽ ഇറങ്ങുന്നിടം മുതൽ ഇത് വാഹനത്തിലേക്ക് പോകുന്നവരുള്ള എല്ലാ സംഭവങ്ങളും സ്കാൻ ചെയ്ത് പോകും. ഓരോ സ്റ്റേജിലും ഈ പാർട്സ് ഓരോ പാർട്സും എവിടെ ഇരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. പിന്നെ പാർട്സ് വാങ്ങാനുള്ള ഓർഡർ ജനറേറ്റ് ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു. പേയ്മെന്റ് കൊടുക്കുന്നതും ഈ സോഫ്റ്റ്വെയർ ആയിരിക്കും. മനുഷ്യന്റെ സഹായമില്ലാതെ നമ്മളല്ല തീരുമാനിക്കുന്നത് ഏത് കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് ഇനി ഈ സോഫ്റ്റ്വെയർ തീരുമാനിക്കും. അതിന്റെ ചെക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം ഉണ്ടാവില്ല. ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് വരും. ആ സ്റ്റേറ്റ്മെന്റിൽ പറയും ഇന്ന കമ്പനിക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മളൊരു ദിവസം 10 ലക്ഷം രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ലക്ഷം രൂപ എന്നൊരു കോളത്തിലടിച്ചാൽ ഇന്ന കമ്പനികൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുത്തേക്കും എന്ന് അത് പറയും. ആ പ്രിന്റ് ഔട്ട് വെച്ചിട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മാനുവൽ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല. അതിൻ്റെ ലിസ്റ്റ് എടുത്ത് അതായത് ഇപ്പോൾ ചില പാർട്സുകൾ പോകുന്നേ ഇല്ല, അതിൻ്റെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എടുത്ത് ലേലം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പഴയ വിലയ്ക്ക് കൊടുക്കാനേ വെക്കൂ. കാരണം അത് ഡെഡ് സ്റ്റോക്കാണ് നമ്മൾ. പിന്നെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. ഇതിന് കണക്കുണ്ട്. സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത്, പിന്നെ ഫാസ്റ്റ് ആയിട്ട്. ഇപ്പോൾ ടയർ വളരെ വേഗത്തിൽ വേണം. ടയറിൻ്റെ ത്രെഡ് മെറ്റീരിയൽ വളരെ വേഗത്തിൽ വേണം. അതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കും. ഫ്യൂവൽ എല്ലാ ദിവസവും പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കുക. പ്രയോറിറ്റി നിശ്ചയിച്ചായിരിക്കും പേയ്മെൻറ്റ് പോകുന്നത്. പേയ്മെൻറ്റിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ പേയ്മെൻറ്റും വരും. ഇനി അടുത്ത പരിപാടി ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തിട്ടാണ്. ഷെഡ്യൂളിംഗ്, ബസ്സിൻ്റെ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലാകാം. അപ്പോൾ മാനുവലായിട്ട് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്കോ CMDക്കോ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. അതും ഒരു റെവല്യൂഷൻ ആയിരിക്കും. അത് നിലവിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനൊരു ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഡേറ്റയും GPS-ൻ്റെ പ്രശ്നമുണ്ട്. ഇതും ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരെ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ പരസ്യം ചെയ്തിരിക്കുകയാണ്. ആളുകൾ വരണം. പല കമ്പനികൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അവർ വരണം. അതൊരു വളരെ റെവല്യൂഷൻ ആയിരിക്കും. മനുഷ്യനായിരിക്കില്ല, AI സംവിധാനത്തോട് കൂടിയ ഒരു സോഫ്റ്റ്വെയറാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനായിരിക്കില്ല KSRTC ബസ്സിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് പ്രയോറിറ്റി. ജനങ്ങൾക്ക് പാസഞ്ചേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് വണ്ടി ഒതുക്കിയിടും. അപ്പോൾ അത്രയും ഡീസൽ ലാഭമുണ്ട്. വണ്ടി ഓടാതിരിക്കുന്നതാണ് ലാഭം.
ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഓടാതിരുന്നാൽ ലാഭം. ഉച്ച സമയത്ത് ആരും ഇല്ലാത്തപ്പോൾ വണ്ടി വേണ്ടാന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഡെഡ് മൈലേജ് ഓടില്ല, ടയർ തേയില്ല, ഡീസലും പോവില്ല. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഡ്യൂട്ടി നിന്നാലും അവർ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങി എണീറ്റാലും കുഴപ്പമൊന്നുമില്ല. മറ്റേ നഷ്ടം അതിനേക്കാളും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അത്രയിൽ മാക്സിമം ഇതൊരു സയൻറ്റിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഒരു KSRTC പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂഡ് മെക്കാനിസത്തിലാണ്. അത് മാറിയിട്ടൊരു ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി. അതുപോലെ തന്നെ KSRTCയുടെ ജീവനക്കാരോടാണ് പറയുന്നത്, ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇൻഷുറൻസിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എല്ലാവരും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കും. എല്ലാവരും അവരുടെ നോമിനിയുടെ പേര് നിർബന്ധമായി അറിയിച്ചിരിക്കണം. വേറെ എല്ലാം പിന്നെ ചെയ്യാം. നോമിനിയുടെ പേര് നിർബന്ധമായിട്ട് അറിയിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനം എടുത്തിട്ട് ബാങ്കിനെ അറിയിക്കാൻ ഒരു ലിങ്ക് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ട്രേഡ് യൂണിയൻസും ശ്രദ്ധിക്കുക, ജീവനക്കാരെ കൊണ്ട് ആ ലിങ്കിൽ അടിച്ചിട്ട് 1500 രൂപ അടച്ചാൽ 2 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ ചികിത്സ ഫ്രീ ഉണ്ട്. ഭാര്യയ്ക്കും 2 പിള്ളേർക്കും, ഒരു വീട്ടിലെ 4 പേർക്കാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക. ഇതൊക്കെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തുക. ഞാൻ മരിക്കില്ല, എനിക്ക് കുഴപ്പമില്ലാന്ന് തീരുമാനിക്കരുത്. നിങ്ങൾ ആരുടെ നോമിനി, നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ, സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോമിനിയായിട്ട് വയ്ക്കാം. ആ നോമിനി പക്ഷേ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ പഴയ ഗതി തന്നെ, ഇതൊന്നും കിട്ടില്ല. ഇതിൻ്റെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമായിരിക്കും. ദയവേത് ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണ്ട. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കുടുംബങ്ങൾ, മറ്റുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ ഒരു മാർഗം, വലിയൊരു മാർഗ്ഗമാണ്. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല ഒരു മരണം സംഭവിക്കുന്ന വീട്ടിൽ. വിമാനത്തിൽ അപകടത്തിൽ പോലും 1 കോടി രൂപയുള്ളൂ. അപ്പോൾ അത് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നോമിനി ആരെന്ന് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. KSRTCയുടെ മാനേജ്മെൻറ്റിന് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും എഴുതി കൊടുത്തില്ലെങ്കിൽ നോമിനി എഴുതി കൊടുക്കണം.